എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ആനുകാലിക പ്രാധാന്യമുള്ള ഏതാനും ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഇതുവരെയുള്ള മുഴുവൻ വീഡിയോകളും ഉൾപ്പെടുത്തി ചാനലിൽ പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ പഴയ വീഡിയോകൾ കാണാത്തവർ ആ പ്ലേലിസ്റ്റ് പരിശോധിച്ചിട്ട് ഇതുവരെയുള്ള വീഡിയോകളൊക്കെ കാണണം. നമ്മുടെ കമൻറ്റിൽ ചില സമയത്ത് ചില പ്രത്യേക ക്ലാസ്സുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തത് ഉണ്ട്. നമ്മുടെ വീഡിയോകൾ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എന്താണ് റിപ്പബ്ലിക് ദിന പരേഡ്? എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി പതാക ഉയർത്തുന്ന കർത്തവ്യപഥിൽ ഒരു പരേഡ് നടത്താറുണ്ട്. നമ്മുടെ സൈനിക ശക്തി, അതായത് പട്ടാളക്കാരുടെ അഭ്യാസ പ്രകടനങ്ങൾ, ഈ യുദ്ധത്തിനാവശ്യമായ പടക്കോപ്പുകൾ എന്തൊക്കെയാണ്, പീരങ്കി, പുതിയ തരം തോക്കുകൾ, മിസൈലുകൾ, അതൊക്കെ പ്രദർശിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ അവിടെ എന്തുകൂടി നടക്കാറുണ്ട്, ഓരോ സംസ്ഥാനത്തിനും അവരുടെ മികവുകളൊക്കെ കാണിക്കാനുള്ളൊരു ടാബ്ലോ കൂടി നടത്താറുണ്ട്. ആ ടാബ്ലോ ആണ് നിശ്ചല ദൃശ്യം. അപ്പോൾ ഈ വർഷം നമ്മുടെ കേരളത്തിനും നിശ്ചല ദൃശ്യം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു. കേരളം അവതരിപ്പിച്ച ഈ ടാബ്ലോയ്ക്ക്, നിശ്ചല ദൃശ്യത്തിന് ഒരു പ്രത്യേക സ്ഥാനമൊക്കെ ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അടുത്ത ദിവസം നടന്ന കാര്യമാണ്. പത്രത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ നേട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം 4ാം സ്ഥാനം നേടി. എത്രാം സ്ഥാനം നേടിയതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേരളത്തിന് എത്രാമത്തെ സ്ഥാനമാണ് ലഭിച്ചതെന്ന്? 4 എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 3ാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കേരളത്തിന് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? 3ാം സ്ഥാനം. 1ാം സ്ഥാനം ലഭിച്ചത് മഹാരാഷ്ട്രയ്ക്കാണ്. 2ാം സ്ഥാനം ലഭിച്ചത് ജമ്മു കാശ്മീരിനാണ്. അപ്പോൾ 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് ലഭിച്ചത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് 1. 2, വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും എന്നതായിരുന്നു ഇതിൻ്റെ പ്രമേയം. അപ്പോൾ കേരളത്തിൻ്റെ ടാബ്ലോയുടെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ എന്ത് കാണാൻ സാധിക്കും? നമ്മുടെ വാട്ടർ മെട്രോയുടെ ബോട്ട്, അതിൻ്റെ ഒരു രൂപം നമുക്ക് ആ ടാബ്ലോയുടെ പിറകുവശത്തായിട്ട് വലിയൊരു രൂപം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോട്ടോ കാണാത്തവരൊന്ന് ഗൂഗിൾ ചെയ്താൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ലഭിക്കും. ഇനി അതല്ലാതെ മറ്റൊരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രധാനപ്പെട്ടതാണ്. എന്താണ്? 100% ഡിജിറ്റൽ സാക്ഷരത നേടി. നമ്മുടെ കേരളത്തിന് 100% ഡിജിറ്റൽ സാക്ഷരത നേടിയത് പ്രഖ്യാപിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ മുൻ ആനുകാലിക ചോദ്യങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യവും ഇവിടെ കണക്റ്റഡായി വരുന്നുണ്ട്. അപ്പോൾ 100% ഡിജിറ്റൽ സാക്ഷരത, ഈ 2 പ്രധാന വിഷയങ്ങളാണ് കേരളത്തിൻ്റെ ഈ തവണത്തെ നിശ്ചല ദൃശ്യത്തിൽ ഉൾപ്പെടുത്തിയത്. അതുകൂടാതെ പല സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രൂപങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ട് ഈ നിശ്ചല ദൃശ്യത്തിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, 3ാമത്തത്, ഡിജിറ്റൽ സാക്ഷരതയുടെ സന്ദേശവാഹകയായി സരസു എന്ന വയോധികയെ മുൻഭാഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ടാബ്ലോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും, മുന്നിൽ തന്നെ കുറച്ചൊരു പ്രായമുള്ളൊരു സ്ത്രീയാണ് ഉള്ളത്. അവർ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതായിട്ടാണ് അതിൽ ഉള്ളത്. അപ്പോൾ അതാരാണ്? നമ്മുടെ ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറയുന്നത് പോലെ സന്ദേശവാഹകയായിട്ടുള്ള സരസു ആണ് ഈ മുന്നിലിരിക്കുന്ന രൂപം തന്നെ. അപ്പോൾ അവരെവിടെയാണ്? നമ്മുടെ കഴിഞ്ഞ ചോദ്യങ്ങളിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതായിരുന്നു? പുല്ലമ്പാറ അല്ലേ? ആ പുല്ലമ്പാറയിലെ ഒരു വ്യക്തിയാണ് ഈ സരസു. ഓക്കെ, അപ്പോൾ അവരുടെ രൂപമാണ് മുന്നിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഈ 2 വിഷയങ്ങൾ, വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ് നമുക്ക് ശരി കിട്ടിയത് അല്ലേ?
അപ്പോൾ 2, 3 എന്നിവ ശരി എന്നുള്ള ഓപ്ഷൻ സി ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ ആണോ? യെസ്. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? യുനെസ്കോ എന്നത് ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ്. നിങ്ങൾ ഐക്യരാഷ്ട്രസഭ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് ഈ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെയൊക്കെ ലോക സമാധാനം ലക്ഷ്യമാക്കുക എന്നതാണ് ഈ യുനെസ്കോയുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഈ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ശാസ്ത്രത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളെയും അവർ ആദരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു നമ്മുടെ സാഹിത്യ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ഒരു നഗരം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരം. അപ്പോൾ സാഹിത്യ നഗരം ഏതാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, കുറച്ച് മുന്നേയുള്ള ഒരു കാര്യമാണ്. അതെ, കോഴിക്കോടാണ്. അപ്പോൾ യുനെസ്കോ സാഹിത്യ നഗരമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം എന്നത് കോഴിക്കോടാണ്. ഓക്കെ അല്ലേ? നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിയായ ഉത്തരം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം. 2025 നവംബറിൽ തിരുവനന്തപുരത്ത് നടന്ന 2ാമത് കേരളീയം സാംസ്കാരിക മഹോത്സവത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? അപ്പോൾ ഏത് പരിപാടിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? കേരളീയം. 2025 അവസാനം നവംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ചാണ് കേരളീയം നടന്നത്. 2ാമത്തെ കേരളീയം പരിപാടിയാണ് കഴിഞ്ഞ വർഷം 2025 നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കൂ. കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക തനിമയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക, ഒരു സ്പോർട്സ് മേള സംഘടിപ്പിക്കുക, സിനിമ അവാർഡുകൾ വിതരണം ചെയ്യുക, പുതിയ റോഡുകൾ ഉദ്ഘാടനം ചെയ്യുക. ഇതിലേതാണ്? നമുക്ക് ആ ഒരു ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും അല്ലേ? ഏതാണ്? കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക തനിമയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നാണ് ഈ കേരളീയത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നടത്തിയ പരിപാടിയാണ് കേരളീയം. അതിൻ്റെ ഉദ്ദേശം എന്താണ്? കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളും സാംസ്കാരിക തനിമയും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുക. ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. നമ്മുടെ കേരളത്തിൻ്റെ വികസന കുതിപ്പിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ തുറമുഖം കൊണ്ട് നമ്മുടെ നാടിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ വായിച്ചു നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണിത്. അപ്പോൾ എന്താണ് ട്രാൻസ് ഷിപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വലിയ കണ്ടെയ്നർ കൊണ്ടുവരുന്ന കപ്പലുകൾ നിങ്ങൾ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത്തരത്തിൽ കണ്ടെയ്നറുകൾ നിറച്ചു വന്നിട്ട് അതിലുള്ള കണ്ടെയ്നറുകൾ താൽക്കാലികമായിട്ട് ഇറക്കി വെച്ച് വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേറെ വേറെ കപ്പലുകളിലേക്കൊക്കെ കയറ്റാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് കാലത്തേക്ക് വെച്ചിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന വേറെ കപ്പലുകളിലേക്ക് മാറ്റിയിട്ടൊക്കെ കയറ്റുമതിയും ഇറക്കുമതിയും ഒക്കെ നടത്തുന്ന പ്രക്രിയ നടക്കുന്ന തുറമുഖങ്ങളാണ് എന്ത്? ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖങ്ങൾ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ് ഷിപ്മെൻറ്റ് തുറമുഖമാണിത്. അപ്പോൾ മറ്റുള്ളതുപോലെ ഇവിടെ എന്താണ് ഒരു മാറ്റമുള്ളത്? സാധാരണയൊക്കെ അവിടെ ആഴം കൂടിയ സ്ഥലങ്ങളിലേക്ക് വലിയ കപ്പലുകൾക്ക് അടുക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് അവിടെ അടിയിൽ നിന്ന് നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്ന് മണലൊക്കെ മാറ്റിയിട്ട് ആഴം കൂട്ടിയെടുക്കേണ്ടതുണ്ട് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച്. പക്ഷേ ഇവിടെ വിഴിഞ്ഞത്ത് എന്താണ്? ആ പ്രകൃതിയിൽ തന്നെ അങ്ങനെ തന്നെയാണ്, നല്ല ആഴമുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് അവിടെ നിന്ന് ആഴം കൂട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം. ഓക്കെ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾക്ക് അടുക്കാൻ കഴിയുന്ന സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണിത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? സ്വാഭാവിക ആഴമുള്ള തുറമുഖമാണ്. പ്രത്യേകിച്ച് അവിടെ ആഴം കൂട്ടിയെടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതൊരുപാട് എളുപ്പമാക്കിയിട്ടുണ്ട് ഈ തുറമുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെയൊരു വലിയൊരു തുറമുഖം തന്നെ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന ഇവിടെയാണ് ഉള്ളത്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം ഏത് ജില്ലയിലാണ് ഈ തുറമുഖമുള്ളത്?
അതെ, തിരുവനന്തപുരം തന്നെയാണല്ലേ. ശരിയായ പ്രസ്താവനയാണ്. രണ്ടും ശരിയായ പ്രസ്താവനയായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ ഏതാണ്? ബി. 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. നമ്മുടെ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ബ്ലാക്ക് ഫേസ്ഡ് ബണ്ടിങ് എന്ന പക്ഷിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഒരു പക്ഷിയെ പറ്റിയാണ് ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ എന്തിനാണ് നമ്മൾ ഇതുവരെ കേട്ട് പരിചയമില്ലാത്ത ഇങ്ങനെയൊരു പക്ഷിയുടെ പേര് നൽകിയത്, ബ്ലാക്ക് ഫേസ്ഡ് ബണ്ടിങ്? കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷം GK-യിൽ പക്ഷികൾ എന്നുള്ളത് ഒരു വിഷയമാക്കി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 മാർക്ക് നമ്മൾ ആ പക്ഷികൾ എന്നുള്ളതിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ദേശാടന പക്ഷിയാണ്. 1ാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം. ഇതൊരു ദേശാടന പക്ഷിയാണ്. ദേശാടന പക്ഷിയാണ്, ശരിയായ പ്രസ്താവനയാണ്. ദേശാടന പക്ഷികളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊന്നും കൂടാതെ ജനുവരി മാസത്തിൽ വന്ന ഒരു പത്രവാർത്തയിൽ ഈ പക്ഷിയെ പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് 2ാമത്തെ പോയിന്റിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിനെ കേരളത്തിൽ ആദ്യമായി കാണപ്പെടുന്നത് 2026 ജനുവരിയിലാണ്. ഈ പ്രസ്താവന ശരിയാണ്. ഇത്തരത്തിലൊരു പക്ഷിയെ കേരളത്തിൽ ആദ്യമായി കണ്ടെത്തി, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായി ഈ പക്ഷിയെ കണ്ടെത്തി. അത് എപ്പോഴാണ്? 2026 ജനുവരിയിൽ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പക്ഷി ദേശാടന പക്ഷിയാണെന്ന് പറഞ്ഞു. ഈ റഷ്യ, മംഗോളിയ, വടക്കൻ ചൈന തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ പക്ഷിയുടെ ജീവിത സ്ഥലം. അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഇത് ദേശാടനം ചെയ്ത് വന്നതാണ്. ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം സഞ്ചരിച്ച് ദേശാടനം നടത്തി നമ്മുടെ നാട്ടിലെത്തിയതാണ്. അപ്പോൾ അവിടെ എന്തോ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലേ, ദേശാടനം ചെയ്യുന്നത് എന്തിനാണെന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അനുകൂല സാഹചര്യം തേടി നമ്മുടെ നാട്ടിൽ വന്നതാണ്. അപ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ ഇത്തരത്തിൽ പ്രതികൂല സാഹചര്യം മാറി അനുകൂല സാഹചര്യമാകുമ്പോഴേക്കും ഇവർ തിരിച്ചു പോകും. അത്തരത്തിലുള്ള പക്ഷികളെയാണല്ലോ നമ്മൾ ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ഫേസ്ഡ് ബണ്ടിങ് എന്നുള്ളത് കേരളത്തിലേക്ക് അടുത്തിടെ വിരുന്നു വന്ന ഒരു ദേശാടന പക്ഷിയാണ്. ആ പത്രവാർത്തയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു വെബ്സൈറ്റിൻ്റെ, ഇൻ്റർനെറ്റിലുള്ള ഒരു വെബ്സൈറ്റിൻ്റെ പേരാണ്. എന്താണ് പറഞ്ഞത്? eBirds. ഇതൊരു പക്ഷി നിരീക്ഷണ വെബ്സൈറ്റ് ആണ്. അപ്പോൾ eBirds എന്നുള്ളത് പക്ഷി നിരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. നമുക്ക് ICT കലിപ്പെട്ടി പഠിക്കാനുണ്ട്. അതുമായി ബന്ധപ്പെടുത്തി ഇത് വരാം. പക്ഷികളെ പറ്റി പഠിക്കാനുണ്ട്. ആ പക്ഷികളുമായി ബന്ധപ്പെട്ട ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠപുസ്തകത്തിൽ ഈ eBirdsമായി ബന്ധപ്പെട്ട സൂചനകൾ ടീച്ചർ ടെക്സ്റ്റിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മളവിടെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ D ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം.